അതും ഡോക്ടറാകാൻ പഠിക്കുന്ന മിടുക്കിയായ ഒരു പെൺകുട്ടി. ഇത്രയും ക്രൂരത കാണിക്കുമെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നിനക്ക് സ്വയം ന്യായീകരിക്കാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അത് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നത്. ഞാൻ ആരെയും കൊന്നിട്ടില്ല. പിന്നെന്തിനാ സ്വയം ന്യായീകരിക്കുന്നേ? ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ മാഡം? ഇവളെയൊക്കെ ഇടിച്ച് വേണ്ട. ഭർത്താവ് വക്കീലായതുകൊണ്ട് നന്നായിട്ട് പഠിപ്പിച്ചിട്ടായിരിക്കും വിട്ടത്. നമ്മളോട് ഒന്നും പറയാൻ പോകുന്നില്ല. ശരി, നിനക്കൊന്നും പറയാനില്ലെങ്കിൽ വേണ്ട. ഞാൻ പറയുന്നത് കേൾക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഞങ്ങളുടെ കയ്യിൽ നിനക്കെതിരെയുള്ള തെളിവുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇത് പീതാംബരന്റെ ബോഡി കിടന്നിടത്തുനിന്ന് കിട്ടിയ സർജിക്കൽ നൈഫാ. നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഇത് തിരിച്ചറിഞ്ഞെന്ന്. എനിക്കൊന്നും അറിയില്ല. അങ്ങനെ പറഞ്ഞ് ഒഴിവാകാൻ പറ്റില്ല മോളെ. അതിങ്ങെടുക്ക്. ഇത് ഈ സർജിക്കൽ നൈഫിൽ നിന്ന് കിട്ടിയ വിരലടയാളം നിന്റെയാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടാണ്. അതിന് എന്റെ വിരലടയാളം നിങ്ങൾക്ക് എവിടുന്ന കിട്ടിയത്? നിന്റെ ചേച്ചി തന്നു. നീ ഉപയോഗിച്ചൊരു ഗ്ലാസ് കിട്ടി. അതിൽ നിന്നും നിന്റെ വിരലടയാളം എടുക്കുന്നത് ഞങ്ങൾക്ക് സിമ്പിൾ അല്ലേ? ഇത് നീ ഉപയോഗിച്ച സർജിക്കൽ നൈഫാണെന്ന് തെളിയിക്കാൻ ഇത് ധാരാളമാണ്. ഇതില് എന്തോ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടോ? അത് പീതാംബരന്റെ ചോരക്കറയാണ്. ഇതുപയോഗിച്ച നീ പീതാംബരനെ കൊലപ്പെടുത്തിയത്. മാഡം എന്തിനാ ഇവൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നേ? കൊല നടത്തി ഇവൾക്ക് ഇതെല്ലാം കൃത്യമായിട്ട് അറിയില്ലേ? നീയാണ് ഈ കൊലപാതകം നടത്തിയെന്ന് ഞങ്ങൾ ഉറപ്പിക്കാൻ കാരണം എന്താന്ന് നിനക്ക് മനസ്സിലായോ? നീ അല്ല ഇത് ചെയ്തതെങ്കിൽ അത് നീ എന്നെ പറഞ്ഞ് ധരിപ്പിച്ചേ മതിയാവൂ. ഇല്ലെങ്കിൽ ഈ കേസ് അതിന്റെ ഒഴുക്കിൽ മുന്നോട്ട് പോവും. നീ ജയിലിലേക്കും പോവും. അതുകൊണ്ട് ഞങ്ങളുടെ സമയം വെറുതെ കളയാതെ എത്രയും പെട്ടെന്ന് സത്യം തുറന്നു പറയുന്നതായിരിക്കും നിനക്ക് നല്ലത്. മാഡം, വക്കീല് കൃത്യസമയത്താണല്ലോ എത്തിയത്. അനിത വാ, ഇവർക്ക് കുറച്ച് സ്വകാര്യത കൊടുക്കാം. കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളതല്ലേ? യെസ് മാഡം. എടോ, താൻ അവരോടെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ദേ, പേടിക്കാനൊന്നുമില്ല. ഞാൻ എന്ത് വരോടത്തും തന്നെ പുറത്തിറക്കും. അവരുടെ കയ്യിൽ കുറെ തെളിവുകളൊക്കെ ഉണ്ട് വക്കീലെ. എന്നെ ആരോ കരുതി കൂട്ടി കുടുക്കിയതാ. അവരെന്തൊക്കെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും ഞാനില്ലാതെ അവരുടെ ഒരു അക്ഷരം പോലും മിണ്ടാൻ നിൽക്കരുത്. എടോ, എന്ത് വില കൊടുത്ത് ഞാൻ തന്നെ പുറത്തിറക്കും. മുകുന്ദൻ മജിസ്ട്രേറ്റ് ആവാൻ ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുവല്ലേ? ഇപ്പൊ വേറെ കേസ് ഏറ്റെടുത്ത് ബാധിച്ച മജിസ്ട്രേറ്റിന്റെ ജോലി നഷ്ടപ്പെടും. വക്കീലെ, വക്കീൽ ഈ കേസ് വാദിക്കണ്ട. അതെന്താ? തനിക്ക് ഞാൻ ജയിക്കുന്ന വിശ്വാസമില്ലേ? അതല്ല, വക്കീൽ കേസ് ഏറ്റെടുത്ത പിന്നെ മജിസ്ട്രേറ്റ് ആവാൻ പറ്റുമോ? ഇല്ല. എനിക്കറിയാം, വക്കീലിനെ മജിസ്ട്രേറ്റായി കാണണമെന്നുള്ളത് നമ്മൾ രണ്ടുപേരുടെ സ്വപ്നമാ. അതെനിക്ക് വേണ്ടി കളഞ്ഞു കുളിക്കരുത്. എടോ, താൻ ഇങ്ങനെ ഒരു അവസ്ഥപ്പെട്ട് നിൽക്കുമ്പോ ഞാൻ കൈയും കെട്ടി നോക്കിക്കണോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. വക്കീലിന്റെ ഏതെങ്കിലും കൂട്ടുകാരെ കേസ് ഏൽപ്പിച്ച് എന്തൊക്കെ ചെയ്യണമെന്ന് വക്കീൽ തന്നെ നിർദ്ദേശങ്ങൾ കൊടുത്താ പോരെ? വെറുതെ എന്തിന് കിട്ടിയ അവസരം കളയുന്നേ? വക്കീലിന്റെ കുറെ കാലത്തെ അധ്വാന ജോലി. എനിക്ക് വേണ്ടി അത് വേണ്ടാന്ന് വെക്കരുത്. എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ കഴിയില്ല. എന്നാലും ഒരു എന്നാലും ഇല്ല. വക്കീൽ കേസ് വാദിക്കാൻ തീരുമാനിച്ച ഞാൻ പോലീസിന് കുറ്റസമ്മതം എഴുതി കൊടുക്കും. എടോ, താൻ എന്തൊക്കെയാ പറയുന്നേ?
വക്കീലെ പ്ലീസ്. ശരി. അല്ല, അവരുടെ കയ്യിൽ എന്തൊക്കെ തെളിവുണ്ടെന്ന് പറഞ്ഞേ? എല്ലാത്തിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ പീതാംബരനെ കൊല്ലാൻ ഉപയോഗിച്ചത് എന്റെ സർജിക്കൽ നൈഫ് കൊണ്ടാണെന്ന് അവര് പറയുന്നേ. അവര് കാണിച്ച സർജിക്കൽ നൈഫ് എന്റെ തന്നെയാ. അത് അവിടെ എങ്ങനെ എത്തിയെന്ന് എനിക്ക് അറിയില്ല. അവർക്ക് സർജിക്കൽ നൈഫ് കിട്ടിയെന്നല്ലേ ഉള്ളൂ. അത് തന്റെ ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടൊന്നുമില്ലല്ലോ. അതില് എന്റെ വിരലടയാളം ഉണ്ടെന്ന് അവര് പറഞ്ഞു. അതിന് മാച്ച് ചെയ്യാൻ തന്റെ വിരലടയാളം അവർക്ക് കിട്ടണ്ടേ? അത് ചേച്ചി കൊടുത്തു. എന്നെ ഈ കേസിൽ കുടുക്കിയത് എന്റെ ചേച്ചി തന്നെയാ. മഹിമ വക്കീലിനോട് സംസാരിക്കുകയാണ്. ഭർത്താവ് വക്കീലായതുകൊണ്ട് എന്ത് കുറ്റം ചെയ്താലും അയാൾ ഒന്ന് രക്ഷപ്പെടുത്തുമെന്ന് അവൾ വിചാരിച്ചു കാണും. പക്ഷെ ഇത്തവണ മുകുന്ദൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. മഹിമ ജയിലിലേക്കാണ് പോകുന്നത്. മാഡം, എനിക്ക് അവളോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? എന്തിനാ? നിന്നെ ഒറ്റക്കൊടുക്കരുതെന്ന് അപേക്ഷിക്കാനാണോ? ഒറ്റക്കൊടുക്ക്? അതെ മാഡം, മാഡത്തിന് അറിയാത്തതുകൊണ്ടാ. ഇവളുടെയും മഹിമയുടെയും സ്നേഹം എന്താണെന്ന് ഈ നാട്ടുകാർക്ക് ഒക്കെ അറിയാം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രണ്ടുപേരും കൂടി വഴക്കൂടിയെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? എനിക്ക് ഉറപ്പാ മാഡം, ഇവരുടെ അച്ഛനെ കൊന്നവരോട് പകരം വീട്ടാൻ ഇവർ ഒരുമിച്ച് കളിക്കുന്ന കളിയാ ഇത്. അനിയത്തി കൊല്ലും, ചേച്ചി തെളിവ് നശിപ്പിക്കും. ഭയങ്കര ടീം വർക്കാ. അനാവശ്യം പറയരുത്. അത് ശരി, നിന്റെ കള്ളത്തരമെല്ലാം കൈയോടെയാ ഞാൻ പൊക്കിയത്. എന്നിട്ട് ഒരു നാണോ ഇല്ലാതെ അവള് ഡയലോഗ് അടിക്കുന്ന കണ്ടില്ലേ മാഡം? മാഡം മഹിമയെ അറസ്റ്റ് ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ പീതാംബരന് ശേഷം ഇവര് ഗിരിയും ഗോപാൽജിയും എല്ലാം കൊന്നേനെ. അപ്പൊ ഗോപാലിന് മാധവൻ സാറിന്റെ മരണവുമായി ബന്ധമുണ്ടെന്ന് താന് സമ്മതിക്കുന്ന കാര്യമാണല്ലേ? അയ്യോ, അങ്ങനെയല്ല. മതി മതി, എനിക്ക് കാര്യം മനസ്സിലായി. താൻ അറിഞ്ഞുകൊണ്ടാണ് മഹിമ കൊലപാതകം നടത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പ്രതികരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു. മഹിമയ്ക്ക് കൊടുക്കേണ്ട ശിക്ഷ കോടതി തീരുമാനിച്ചോളും. പക്ഷെ തനിക്ക് തരേണ്ട ശിക്ഷ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. തന്റെ സസ്പെൻഷൻ ലെറ്റർ.